അമേരിക്ക ചൈനയെ സമ്മർദ്ദം ചെലുത്തുകയാണ്. ഈ അമേരിക്കയുടെ സമ്മർദ്ദം ഒരുപാടായാൽ ചൈനയുടെ പ്രതികരണം എങ്ങനെ ആയിരിക്കുമെന്ന് പറയാൻ കഴിയില്ല. എന്താണ് ഇപ്പോൾ അമേരിക്ക പുതുതായി ചൈനയ്ക്ക് മേൽ ഇത്ര സമ്മർദ്ദം ചെലുത്താനുള്ള കാരണം? അതായത് ഇറാൻ ഇസ്രായേൽ യുദ്ധം നടക്കുന്ന സമയത്ത് ഒരു മേൽക്കോയ്മ കിട്ടാൻ എന്ന കാഴ്ചപ്പാടുകൂടി ഇസ്രായേലിൻ്റെ അനുമതിക്ക് പോലും കാത്തു നിൽക്കാതെ അമേരിക്ക ഒന്ന് രണ്ട് ആക്രമണങ്ങൾ നടത്തി. എന്നിട്ട് എല്ലാവരോടും പറഞ്ഞു, ഞങ്ങൾ ഇറാനെ അടിച്ച് തീർത്തിട്ടുണ്ട്, ഇനി ഇറാൻ തലപൊക്കില്ല, ഇനി ഇറാനെ കൊണ്ടൊരു ശല്യം ഉണ്ടാവില്ല, ഇറാനെ പേടിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും വാർത്താമാധ്യമങ്ങളിലും എക്സിലും ഒക്കെ പറഞ്ഞ് അമേരിക്ക അവിടെയും ഒരു ലോക പോലീസ് ജമയാനുള്ളൊരു ശ്രമം നടത്തി. പക്ഷേ ഇറാൻ എന്ന് പറയുന്നത് ഈ എണ്ണ ഉൽപ്പാദന രംഗത്ത് രാജ്യങ്ങളുടെ പട്ടിക എടുത്താൽ മുൻനിരയിലുള്ളത് 9ാമത്തെ സ്ഥാനത്തുള്ളതാണ് ഇറാൻ. സ്വാഭാവികമായിട്ടും ഇറാൻ തിരിച്ചുള്ള പ്രതികരണം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയായിരിക്കും എന്നത് അമേരിക്ക മാത്രമല്ല ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഉറ്റുനോക്കുന്നതാണ്. കാരണം ഈ എണ്ണ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് എല്ലാ രാഷ്ട്രങ്ങളുടെയും നിലനിൽപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ ഇറാനിലും ഇസ്രായേലും തമ്മിലാണ് യുദ്ധമെങ്കിൽ പോലും ഇവിടെ കേരളത്തിൽ നിൽക്കുന്ന നമ്മളെ പോലും ആ യുദ്ധം ബാധിക്കും എന്നുള്ളതാണ് വസ്തുത. മിഡിൽ ഈസ്റ്റ് നിന്നാണ് പ്രധാനമായിട്ടും ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളിലേക്ക് ഈ പറയുന്ന എണ്ണ കൊണ്ടുവരുന്നത്. ഇവിടെ ഇറാനും ഒമാനും തമ്മിലുള്ള ഒരു ഇടനാഴി ഫോർമോസ് കടലിടുക്കാണ്. ആ കടലിടുക്ക് കടന്നിട്ട് വേണം അറബിക്കടലിലേക്ക് കപ്പലുകൾക്ക് എത്താൻ. ആ കടലിടുക്ക് ഇറാൻ അടക്കും. ഇറാൻ ആ കടലിടുക്ക് അടച്ചാൽ, ഫോർമോസ് കടലിടുക്ക് അടച്ചു കഴിഞ്ഞാൽ UK, US, ഫ്രാൻസ്, മറ്റ് രാഷ്ട്രങ്ങൾ പോലുള്ള അവിടത്തേക്കൊക്കെയുള്ള എണ്ണ കയറ്റുമതി നിൽക്കും. അത് ആ രാജ്യങ്ങളെ വലിയൊരു സാമ്പത്തിക ആത്മഹത്യയിലേക്ക് കൊണ്ടുപോകും. ആ ഒരു ഭയത്തോടു കൂടിയാണ് ചൈനയുടെ മേൽ സമ്മർദ്ദം ചെലുത്തി ഇറാനോട് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകരുത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി US സ്റ്റേറ്റ് സെക്രട്ടറിയായ മാർക്കോ റൂബിയോ ഒരു ശ്രമം നടത്തിയത്. അത് എത്രത്തോളം വിജയകരമാകും എന്നതെനിക്കറിയില്ല. അത് നമുക്ക് ബാക്കി കാത്തിരുന്ന് കാണേണ്ടി വരും. ഇത് സംഭവം ഈ സാമ്പത്തിക ആത്മഹത്യയിലേക്കും സംഘർഷത്തിലേക്കും ഒക്കെ പോകും എന്ന് പറയുമ്പോഴും ഇറാൻ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അവസാനം എത്തുമോ എന്നതൊരു വലിയ ചോദ്യചിഹ്നമാണ്. ഇറാനിലെ പാർലമെൻറ്റ് പക്ഷേ അംഗീകരിച്ചിട്ടുണ്ട് അതങ്ങ് അടച്ചോളാൻ. അങ്ങനെ നമ്മളെ ഒറ്റപ്പെടുത്തിയിട്ട് നമ്മുടെ തലയ്ക്ക് മേളിൽ വാള് വെച്ചിട്ട് അവരങ്ങനെ എണ്ണ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഇതിലൂടെ സുഖമായിട്ടങ്ങ് പോകണ്ട, അതങ്ങ് അടച്ചേക്ക് എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഇറാൻ എത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഇനി എന്ന് അതടയ്ക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് അറിയാനുള്ളത്. ഇതിനു മുമ്പ് ഇത്തരത്തിൽ 2 തവണ ഒരു തീരുമാനം ഇറാൻ എടുത്തിട്ട് അവസാന നിമിഷം മാറിപ്പോയിട്ടുണ്ടായിരുന്നു. മുൻപ് ഒരു 1980 ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് അത് ഭയങ്കര വലിയ യുദ്ധം നടന്ന സമയമാണ്. ആ സമയത്ത് കുവൈറ്റിൽ നിന്നുള്ള ടാങ്കറുകൾ, എണ്ണ ടാങ്കറുകൾ അതുവഴി പോകുന്ന സമയത്ത് അമേരിക്കൻ യുദ്ധക്കപ്പലുകളായിരുന്നു അന്ന് കുവൈറ്റ് എണ്ണ ടാങ്കറുകൾക്ക് വേറൊരു പതാക വെച്ച് കൊടുത്തിട്ട് അമേരിക്കൻ യുദ്ധക്കപ്പലുകളായിരുന്നു അതുവഴി കൊണ്ടുപോയിരുന്നത്. അന്ന് ആ സമയത്തും ഈ കടലിടുക്ക് അടക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അത് അന്ന് ഉപേക്ഷിക്കുകയാണ്. പിന്നീട് ഇതേപോലെ തന്നെ മറ്റൊരു സമയത്ത്, അതായത് 2011, 2012 ഇതേ നീക്കം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ അന്നും അവസാന നിമിഷം അത് അടയ്ക്കാതെ പോവുകയാണ്. പക്ഷേ ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം നിക്കക്കള്ളിയില്ലാത്ത സമയമാണ്. കാരണം അമേരിക്ക, ഇസ്രായേൽ, ആ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് ഒരുമിച്ച് ആക്രമണം നടത്തുമ്പോൾ ഏത് രീതിയിൽ തിരിച്ചടിക്കണം, അവരുടെ കയ്യിൽ ആയുധ ശേഖരമുണ്ട്, ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ അവരുടെ കൈവശമുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും തിരിച്ചടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ആക്രമണം മാത്രമല്ല, അവരെ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിൽ ഭാവിയിലേക്ക് കൂടി പ്രതിസന്ധി ഉണ്ടാവും എന്ന രീതിയിൽ ഒരു തിരിച്ചടി നൽകണം എന്നാണ് ഇവരുടെ പാർലമെൻറ്റ് തീരുമാനിച്ചിരിക്കുന്നത് ഇറാൻ്റെ. അതായത് നമ്മൾ അടിക്കുന്നുണ്ടെങ്കിൽ നല്ല കനത്തിലൊരെണ്ണം കൊടുക്കണം, അവർക്കത് ഇരിപ്പതായിരിക്കണം എന്നുള്ള തീരുമാനം. ആ തീരുമാനത്തിൻ്റെ പിൻബലത്തിലാണ് ഈ പറഞ്ഞതുപോലെ ഈ കടലിടുക്ക് അടക്കാൻ തീരുമാനിച്ചത്. ഇൻ കേസ് അങ്ങനെ ഒരു കാര്യം ഇറാൻ്റെ ഭാഗത്ത് നിന്നുണ്ടായാൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് എന്താ, ഈ എണ്ണ കയറ്റുമതി നിൽക്കും. ദിവസേന 50 എണ്ണക്കപ്പലുകൾ പോകുന്ന വഴിയാണത്. ഇറാൻ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ആ കടലിടുക്ക് കടത്തിവിടണം എന്നാണ് മറ്റ് രാഷ്ട്രങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് എത്രത്തോളം സാധ്യമാകും എന്നറിയില്ല. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുമോ എന്നത് വലിയ ചോദ്യചിഹ്നമാണ്. 2 തവണ ആ തീരുമാനത്തിലേക്ക് പോയിട്ട് അവസാന നിമിഷം പിൻവലിഞ്ഞതാണ്. അങ്ങനെ ആ തീരുമാനത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തന്നെ ചൈനയോട്, ഇപ്പോൾ ചൈന പറഞ്ഞാൽ മാത്രമേ ഇറാൻ കേൾക്കൂ എന്നുള്ള ധാരണയുണ്ട്, ചൈനയും റഷ്യയുമാണ് ഇപ്പോൾ ഇറാന് കൂടുതൽ ആയുധങ്ങൾ കൊടുക്കാനും സപ്പോർട്ടായിട്ട് ബാക്കപ്പ് ബോണായിട്ട് നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ചൈന വഴി മാത്രമേ ഒരു ഓപ്പറേഷൻ നടക്കൂ എന്ന് അമേരിക്കക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് അമേരിക്ക ഈ പറഞ്ഞതുപോലെ ചൈന വഴി
ഇറാനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ പോകരുത്. ലോകത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാവും, സാമ്പത്തിക അരക്ഷിതാവസ്ഥയുണ്ടാവും, സാമ്പത്തിക ആത്മഹത്യ എന്ന പദം തന്നെ അതിന് പ്രയോഗിക്കേണ്ടി വരും. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അതിന് നിങ്ങൾ നിൽക്കരുത് എന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും നിലവിലെ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു പേടിപ്പിക്കൽ തീരുമാനമായിരിക്കാം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം അത് അടച്ചിടാനുള്ള സാധ്യത ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അമേരിക്കയ്ക്ക് തിരിച്ചടി കൊടുക്കുക എന്ന് ഇറാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇറാൻ്റെ അവിടുത്തെ തീരുമാനം വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യ അടി ഒമാനിലും മറ്റ് ചുറ്റുമുള്ള രാഷ്ട്രങ്ങളിലൊക്കെ അമേരിക്കയുടെ സൈനിക താവളങ്ങളുണ്ട്. അതിലേക്ക് ആദ്യം അടി കൊടുക്കണം. അതിനുശേഷം മാത്രം കൃത്യമായിട്ട് അമേരിക്ക എന്ന ടാർഗറ്റ് വെച്ചുള്ള മിസൈൽ പ്രയോഗം മതി എന്നൊരു തീരുമാനത്തിലേക്കാണ് എത്തിയത്. അപ്പോഴും ഒരു പ്രശ്നം നമുക്ക് നേരിടാൻ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു മിഡിൽ ഈസ്റ്റ് തലത്ത് യുദ്ധം വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ പ്രതിസന്ധിയിലാവും. അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ പ്രതിസന്ധിയിലാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UAE പോലുള്ള രാഷ്ട്രങ്ങളിൽ ഏറ്റവും കൂടുതൽ മലയാളികളും ഇന്ത്യക്കാരും ഉള്ള സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ ജീവിത സാഹചര്യം പ്രതിസന്ധിയിലാകുമ്പോൾ അവിടുന്ന് ഏറ്റവും കൂടുതൽ സമ്പത്ത് ഇന്ത്യയിലേക്ക് വരുന്നതാണ്. അവിടെ ജോലി ചെയ്ത് അവിടുന്ന് പണം ഇന്ത്യയിലേക്ക് അയക്കുന്നതാണ്. ആ ഇന്ത്യയിലേക്കുള്ള സമ്പത്തിൻ്റെ വരവ് നിൽക്കും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ജനങ്ങളുടെ ജീവിത സാഹചര്യം വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അവിടെ ഇറാഖും ഇസ്രായേലും അല്ലെങ്കിൽ ഇറാഖും അമേരിക്കയും തമ്മിലാണ് യുദ്ധം എങ്കിൽ പോലും സാമ്പത്തിക അരക്ഷിതാവസ്ഥയിലേക്ക് നമ്മൾ ഉൾപ്പെടെ പോകും, നമുക്ക് ഉൾപ്പെടെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകും എന്ന് പറഞ്ഞു. ഇനി ധന്യക്ക് തോന്നുന്നുണ്ടോ ചൈന അമേരിക്ക പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ? ഒരിക്കലും കേൾക്കില്ല. ചൈനയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് പുല്ലുവിലയാണ് ചൈന നൽകുന്നത്. ചൈന അമേരിക്ക പറയുന്നത് കേൾക്കില്ല. പക്ഷേ ഇറാനോടൊപ്പം ചൈന നിൽക്കാൻ സാധ്യതയുണ്ട്. ചൈന യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങളെ ചൈനയ്ക്ക് വലിയ ഇഷ്ടമാണ്. കാരണം ചൈനയുടെ സാമ്പത്തിക വ്യവസ്ഥ വളരുന്നത് അങ്ങനെയാണ്. യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങൾക്ക് ആയുധം നൽകിക്കൊണ്ടാണ്, ഇപ്പോൾ കളിപ്പാട്ടങ്ങളായാലും ആയുധം വാങ്ങുമ്പോൾ പണം കൊടുക്കണമല്ലോ, അത് നൽകിക്കൊണ്ടാണ് ചൈന രാജ്യങ്ങളെ വിലക്കെടുക്കുന്നത്. ഇവിടെ ഇറാന് ഈ ആയുധങ്ങളുടെ ആവശ്യമുണ്ട് എന്നുള്ളത് ചൈനയ്ക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഇറാൻ ചൈനയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാനും സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് സാമ്പത്തികമായി ചൈനയെ വലിയ തോതിൽ വളർത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇറാനോടൊപ്പം നിന്നുകൊണ്ട് ഇപ്പോൾ റഷ്യയും ഉത്തര കൊറിയയും ചൈനയും ഒരുമിച്ച് നിന്നാൽ ഇസ്രായേലിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം അണുവായുധം ഒക്കെ ഉള്ള രാജ്യങ്ങളാണ്. ചൈന ആളുകളെ ഉപദ്രവിക്കാനായി, ലോകത്തെ തന്നെ ഉപദ്രവിക്കാനായി ഇറക്കിവിട്ട വൈറസാണ് കൊറോണ. ഇന്നും അതിൻ്റെ പേരിൽ ലോകരാജ്യങ്ങൾ മുഴുവൻ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പലരും പുറത്ത് പറയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ അടുത്ത കാലത്ത് കേരളത്തിൽ വരെ വലിയ ആശങ്ക അത് സൃഷ്ടിച്ചിരുന്നു. വീണ്ടും തുടക്കത്തിന് ശേഷം വീണ്ടും. അപ്പോൾ അത്തരത്തിൽ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു രാജ്യമാണ് ചൈനയും. ഇറാനും അങ്ങനെ തന്നെയാണ്, ഉത്തര കൊറിയയും അങ്ങനെ തന്നെയാണ്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇറാനുമായി ഏറ്റവും അടുത്ത ബന്ധം സൂക്ഷിക്കുന്നു. മാത്രമല്ല റഷ്യയുടെ ആണവ കേന്ദ്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ഥിതി ചെയ്യുന്നത് ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന റഷ്യയിലുമാണ്. അപ്പോൾ ശക്തികളൊക്കെ ഒന്നിക്കുമ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് പറയുന്നിടത്ത് കാര്യങ്ങൾ നിൽക്കില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ യുദ്ധം ഇപ്പോൾ നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ എണ്ണവില വ്യാപകമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. $80 വില എത്തി ഒരു ബാരലിൻ്റെ വില എന്നുള്ളത്. ജനുവരിക്ക് ശേഷം വില കൂടിയത് ഇപ്പോഴാണ് ആദ്യമായിട്ട് വില കൂടുന്നത്. അത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് ലോകത്തെ എത്തിക്കുന്നുള്ളതാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കാണണം. എണ്ണവിലയൊക്കെ കുതിച്ച് വരുമ്പോൾ ഈ തുടക്കത്തിൽ വിജേഷ് പറഞ്ഞതുപോലെ ഒരു സാമ്പത്തിക ആത്മഹത്യയിലേക്ക് രാജ്യങ്ങൾ മാറുന്ന ഒരവസ്ഥ വരും. അതിനു മുൻപ് പ്രശ്നം പരിഹരിക്കുന്നതാണ് നല്ലത് എന്നുള്ളത്. ട്രംപിനെ വെച്ചിട്ടല്ല, അതിന് കഴിവുള്ള ആരെങ്കിലും കൊണ്ടുവന്ന് പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.